വളരെ വൈകാതെ തന്നെ ലോകത്തുള്ള വാഹനങ്ങളുടെ 50% ഇലക്ട്രിക് വെഹിക്കിൾസ് ആകും എന്നുള്ള പഠനങ്ങൾ പറയുന്നു. ഒരു പരിധി വരെ അത് റിയലിസ്റ്റിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. മനുഷ്യവംശത്തിൻ്റെ തന്നെ മൊത്തം ചരിത്രത്തിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ ചക്രത്തിൻ്റെ കണ്ടെത്തലായിരുന്നു. അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് മൃഗങ്ങളെയൊക്കെ വെച്ചിട്ട് വലിക്കുന്ന ഒരു വണ്ടിയായിട്ട് അത് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. പിന്നീട് അത് സ്റ്റീം പവറിൽ ഓടുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഓട്ടോമൊബൈൽ രംഗത്തെ റെവല്യൂഷനാണ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അത്രയും റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ അഡ്വാൻസ്മെൻ്റ് ആണ് ആ ഒരു EV ലോകത്ത് ഇന്ന് അതിൻ്റെ ആ ഒരു ടെക്നോളജിയിൽ റെവല്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ്. 10-20 അധികം കമ്പനീസ് 50 വെറൈറ്റി ഓഫ് വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ ആളുകളിലോട്ട് വിപണനം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്യൂവൽസിൻ്റെ കേസിലാണെങ്കിലും റാപ്പിഡ് ആയിട്ടുള്ള ഹൈക്കാണ് പ്രൈസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മുടെ നാട്ടിൽ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ സോളാർ പവർ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് അതിനോട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് EVs എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അക്കാഡമിക് ഡിസിപ്ലിനിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കോഴ്സുകൾ ഇന്ന് പുതുതായിട്ട് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി ഇലക്ട്രോണിക് വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെ നമുക്കിന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ വിത്ത് EV എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം പുതിയ കോഴ്സുകളൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഇമ്മൻസ് ആയിട്ടുള്ള റിസർച്ച് പോസിബിലിറ്റീസ് ആണ്. ഇപ്പോൾ ഈ EV ആയിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് അതിൻ്റെ ബാറ്ററിയിൽ വരുന്ന ഒരു അപ്ഡേഷൻ. അപ്പോൾ പല ആളുകൾക്കും ഇലക്ട്രോണിക് വെഹിക്കിൾസ് ആദ്യം വന്ന സമയത്ത് മെയിനായിട്ട് കൺസേൺ ഉണ്ടായിരുന്നത് അതിൻ്റെ ബാറ്ററിയും അതിൻ്റെ റേഞ്ചൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മെഴ്സിഡീസ് പുതിയൊരു ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊയോട്ട റീസെൻ്റ് ആയിട്ട് അതായത് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നിലവിലുള്ളത് ജെൽ ടൈപ്പാണ് അതിൻ്റെ ബാറ്ററിയുടെ അത് വർക്ക് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് ഒരു സോളിഡ് ടൈപ്പിലേക്ക് മാറ്റുകയാണ്. ഈ ഇന്നോവേഷൻസ് ഒക്കെ ഇത്തരം കോഴ്സുകളുടെ ഭാഗമായിട്ട് അവരുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത്രയധികം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഒരു പ്രോഗ്രാം പഠിക്കുന്ന ആളുകൾക്ക്. ഒബ്വിയസ് ആയിട്ടും ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫ്യൂവൽ കാർസ് പതിയെ ഡിസപ്പിയർ ആകും. അതിലേക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റുകൾ വരും. അങ്ങനെ പറയാനുള്ള റീസൺ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫ്യൂവൽ കാർ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ആളുടെ മന്ത്ലി ബജറ്റിൻ്റെ ഒരു 25-30% എന്ത് ചെയ്യുന്നുണ്ട് ഇതിലേക്കുള്ള ഫ്യൂവൽ ചാർജ് മാത്രമായിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ മറ്റു മെയിൻ്റനൻസ് ആയിട്ട് വരുന്നു. അവിടെയാണ് ലോ മെയിൻ്റനൻസിൽ കൂടുതൽ റേഞ്ച് കുറഞ്ഞ ചെലവിൽ പോകാൻ പറ്റുന്ന ഈ ഒരു ടെക്നോളജി ആ ഒരു റീസൺ കൊണ്ടും കൂടിയാണ് ഇത്രയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ചെറിയ സമയം കൊണ്ട് ആ ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രോഗ്രാം പഠിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമ്മൻസ് പോസിബിലിറ്റീസ് ആണ്, ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അവരെ വെയിറ്റ് ചെയ്യുന്നത്. മുമ്പൊക്കെ കേവലം നമ്മൾ EV എന്ന് പറയുമ്പോൾ ടെസ്ല എന്നുള്ളൊരു പേരിലോട്ടാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യപ്പെട്ടിരുന്നത്. അതേ സ്ഥാനത്ത് നിന്ന് ആ ഭീമന്മാരോട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് MG, BYD, നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആയിട്ടുള്ള മഹീന്ദ്ര, ടാറ്റ, ടൊയോട്ട, ഹ്യൂണ്ടായി ഇങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്, കോമ്പറ്റീഷനിലുണ്ട്. ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് ഈ ഇത്തരം കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് വലിയൊരു കരിയറിലോട്ടുള്ള ഒരു പ്രോഗ്രസ്സാണ് ഇവരൊക്കെ ഓപ്പൺ ചെയ്യുന്നത്.